കടുത്ത പ്രതിപക്ഷ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്ന് കരൂരിലേക്ക് 41 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകുന്നതിനെ ചൊല്ലി തമിഴ് രാഷ്ട്രീയത്തിൽ വൻ പോര്. കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും മറുപടിയായി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്ന് തന്റെ ആദ്യ ഔദ്യോഗിക കരൂർ സന്ദർശനം നടത്തുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-ന് തമിഴക വെട്രിക്കഴകം അധ്യക്ഷനെന്ന നിലയിൽ വിജയ് നടത്തിയ പ്രചാരണത്തിനിടെയുണ്ടായ വൻ തിരക്കിലും തിക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിൽ ബാധിക്കപ്പെട്ടവരെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഇന്ന് കരൂരിലെത്തുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ഉപജീവന മാർഗം ഉറപ്പാക്കുന്നതിനായി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 32 പേർക്ക് കാരുണ്യ വ്യവസ്ഥയിൽ സർക്കാർ ജോലി നൽകാനുള്ള നിയമന ഉത്തരവുകൾ മുഖ്യമന്ത്രി ഇന്ന് കൈമാറും. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളാണ് തമിഴ്നാട്ടിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മുഖ്യമന്ത്രി കരൂർ സന്ദർശിക്കുന്നതിനെ പ്രതിപക്ഷമായ DMK ശക്തമായി ചോദ്യം ചെയ്തു. അന്ന് പാർട്ടി അധ്യക്ഷനായിരുന്ന സമയത്ത് തന്നെ വിജയ് സന്ദർശനം നടത്തിയിരുന്നെങ്കിൽ അത് ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസകരമാകുമായിരുന്നു എന്ന് BJP നേതാവ് നയിനാർ നാഗേന്ദ്രൻ വിമർശിച്ചു. TVK സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളായ CPI, CPM പാർട്ടികളും തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആശ്വാസം പകരുന്നതും സഹായം നൽകുന്നതും ശരിയാണെങ്കിലും ഇതിന്റെ പേരിൽ സർക്കാർ ജോലി നൽകുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. സിനിമാ താരത്തോടുള്ള ആരാധനയ്ക്ക് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് എന്തിനാണ് സർക്കാർ ജോലി നൽകുന്നത് എന്ന് നാം തമിഴർ കക്ഷി നേതാവ് സീമാൻ ചോദിച്ചു. ഈ കടുത്ത വിമർശനങ്ങൾക്കിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സുപ്രധാന സന്ദർശനം. രാവിലെ 9:30-ന് ചെന്നൈയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ തിരുച്ചിറപ്പള്ളിയിലെത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് കാർ മാർഗം കരൂരിലേക്ക് തിരിക്കും. മായനൂർ, പുലിയൂർ അതിർത്തികളിൽ TVK പ്രവർത്തകരും സഖ്യകക്ഷികളും ചേർന്ന് അദ്ദേഹത്തിന് വൻ സ്വീകരണം നൽകും. തുടർന്ന് ജനങ്ങളെ നേരിൽ കാണുന്നതിനായി 10 കിലോമീറ്റർ ദൂരം തുറന്ന വാഹനത്തിൽ അദ്ദേഹം ബൃഹത്തായ റോഡ് ഷോ നടത്തും. ഇതിനുശേഷം കരൂർ സേലം ബൈപ്പാസിലുള്ള അറ്റ്ലസ് കലാരംഗം മൈതാനത്തിൽ സജ്ജമാക്കിയിട്ടുള്ള വൻ പൊതുസമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പുതിയ സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ചരിത്രത്തിലില്ലാത്ത വിധം സുരക്ഷയാണ് കരൂരിൽ ഒരുക്കിയിരിക്കുന്നത്. തിരുച്ചിറപ്പള്ളി സെൻട്രൽ സോൺ IG, കരൂർ SP എന്നിവരുടെ നേതൃത്വത്തിൽ പുറത്തുനിന്നുള്ളവരടക്കം 6500-ലധികം പോലീസുകാരെയാണ് ജില്ലയിലുടനീളം വിന്യസിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ യാത്രയും റോഡ് ഷോയും നടക്കുന്ന പാതകൾ പൂർണ്ണമായും പോലീസിന്റെ കർശന നിയന്ത്രണത്തിലാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.